ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കാശ്മീരി കഥയാണ്, കാശ്മീരി നാടോടി കഥ. സുന്ദരി തത്ത എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതിൽ നിന്ന് എടുത്ത ഒരു കഥയാണ്. അപ്പോൾ ഇത് കാശ്മീരിനെ കുറിച്ചുള്ള കഥയാണ്. സുന്ദരിയായ പ്രദേശമാണ് കാശ്മീർ. മനോഹരമായ കുന്നുകളും താഴ്വരകളും സുന്ദരന്മാരും സുന്ദരികളുമൊക്കെ വസിക്കുന്ന കാശ്മീർ പണ്ട് ടൂറിസ്റ്റുകളുടെ ഒരു പറുദീസയായിരുന്നു. ആ കാശ്മീരിനെ കുറിച്ചുള്ള ഒരു കഥയാണ്, കാശ്മീരിൻ്റെ താഴ്വരയിൽ നിന്നുള്ള കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഒരു കാലത്ത് ടൂറിസ്റ്റുകളുടെ ഒരു വൻ പ്രവാഹം തന്നെ കാശ്മീരിലോട്ടുണ്ടായിരുന്നു. പിന്നെ തീവ്രവാദം ആ താഴ്വരയെ പിടിച്ചുലയ്ക്കുകയും ടൂറിസ്റ്റുകളുടെ വരവ് കുറയുകയും ഒക്കെ ചെയ്ത ഒരു പ്രദേശമാണ് കാശ്മീർ. ഇപ്പോൾ വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കാശ്മീരിനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്നിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പുൽമേടുകളും താഴ്വരകളും നിറഞ്ഞ മനോഹരമായ ഒരു പ്രദേശമാണ് കാശ്മീർ. അവിടുത്തെ ജനങ്ങൾ പ്രകൃതിയോട് ഏറെ ഇണങ്ങി ജീവിക്കുന്നവരാണ്. കാശ്മീരിലെ ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലികളെ വളർത്തലായിരുന്നു. കറവക്കാലം തീർന്നാൽ കാലിക്കൂട്ടങ്ങളെ കുന്നിൻ ചെരുവിലും പുൽമേടുകളിലും മേയാൻ വിടുന്നത് അവിടുത്തെ ഒരു പതിവ് രീതിയായിരുന്നു. ഒരിക്കൽ ആ ഗ്രാമത്തിലെ അയൽക്കാരായ 2 പേർ തങ്ങളുടെ പശുക്കളെ മേയ്ക്കുവാനായി ഒരു ഇടയനെ ഏൽപ്പിച്ചു. താഴ്വരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 പശുക്കൾക്കും ഗർഭമുണ്ടായിരുന്നു. അവിടെ വെച്ച് അവ ഓരോ കിടാങ്ങൾക്കും ജന്മം നൽകി. പക്ഷേ പശുക്കുട്ടികളിൽ ഒരെണ്ണം പിറന്നയുടനെ മരിച്ചുപോയി. മറ്റേതിനെ 2 തള്ളപ്പശുക്കളും ചേർന്ന് പാലൂട്ടി വളർത്തി. വേനൽക്കാലത്തിനൊടുവിൽ ഇടയൻ പശുക്കളുമായി ഗ്രാമത്തിൽ തിരിച്ചെത്തി. പശുക്കുട്ടിയുടെ യഥാർത്ഥ അമ്മ ഏതാണെന്ന് ഉടമസ്ഥൻ ഇടയനോട് ചോദിച്ചു. അയാളാകെ പരിങ്ങലിലായി. പശുക്കുട്ടികൾ ജനിച്ച സമയത്ത് അടുത്തില്ലാതിരുന്നതിനാൽ അയാൾക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അയൽക്കാർ തമ്മിൽ തർക്കവും വഴക്കുമായി. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ ഗ്രാമത്തലവനെ ചെന്ന് കാണാമെന്ന് ഒടുവിൽ അവർ അഭിപ്രായപ്പെട്ടു. അയൽക്കാരെയൊക്കെ കൂട്ടി അവർ ഗ്രാമത്തലവൻ്റെ വീട്ടിലെത്തി. ഏത് കാര്യത്തിലും ന്യായയുക്തമായ ഒരു തീരുമാനമെടുക്കുവാൻ കഴിവുള്ള ആളായിരുന്നു ആ ഗ്രാമത്തലവൻ. എല്ലാം വിശദമായി കേട്ടതിനു ശേഷം പശുക്കുട്ടിയുടെ യഥാർത്ഥ അമ്മയെ തിരിച്ചറിയാനുള്ള ഒരു ഉപായം അദ്ദേഹം കണ്ടെത്തി. 2 പശുക്കളെയും കുട്ടിയെയും കൂട്ടി ഗ്രാമമുഖ്യൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും നദിക്കരയിലെത്തി. അതാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഒരു തുറന്ന വഞ്ചിയിൽ പശുക്കുട്ടിയെ അക്കരയ്ക്ക് കൊണ്ടുപോകുവാൻ അദ്ദേഹം കടത്തുകാരനോട് ആവശ്യപ്പെട്ടു. വഞ്ചിയിൽ കയറ്റിയതും പശുക്കുട്ടി ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. വഞ്ചി പതുക്കെ മറുകരയെ ലക്ഷ്യമാക്കി നീങ്ങി. പെട്ടെന്ന് പശുക്കളിൽ ഒരെണ്ണം നദിയിലേക്ക് ചാടി വഞ്ചിയുടെ നേർക്ക് നീന്തി തുടങ്ങി. മറ്റേ പശുവാകട്ടെ ഒന്നും അറിയാത്ത മട്ടിൽ പുല്ലുതീറ്റ തുടർന്നു. പുഴയിലേക്ക് ചാടിയ പശു തന്നെയായിരുന്നു യഥാർത്ഥ അമ്മയെന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാവരും ചേർന്ന് ആ പശുവിനെ നദിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി. വഞ്ചി തിരിച്ചെത്തിയ ഉടനെ പശുവിനെയും കുഞ്ഞിനെയും അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ചു. ഇത്രയുമാണ് കഥ. മാതൃസ്നേഹത്തിൻ്റെ ഒരു കഥയാണ്. കളങ്കമില്ലാത്തതാണ് മാതൃസ്നേഹം എന്നൊക്കെ പറയുന്ന ഒരു കഥ. പോറ്റമ്മമാർ നമുക്ക് അനേകം കാണും. പക്ഷേ യഥാർത്ഥ മാതാവ് അല്ലെങ്കിൽ യഥാർത്ഥ അമ്മ, പ്രസവിച്ച അമ്മ, അത് ഒന്നേ കാണുകയുള്ളൂ. പ്രസവിച്ച അമ്മയ്ക്ക് ആ വേദന മനസ്സിലാക്കും. ആ കുഞ്ഞിൻ്റെ വേർപിരിയൽ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിന് ആപത്ത് വന്നാൽ യഥാർത്ഥ അമ്മയ്ക്ക് ആ നോവ് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ഇന്ന് കാലം മാറി. പല യഥാർത്ഥ അമ്മമാരും കുട്ടികളെ തെരുവിൽ ഉപേക്ഷിക്കുകയും അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കുകയും കൊല്ലുകയും മറ്റുമൊക്കെ ചെയ്യുന്ന കാലമാണ്. ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാകാം, പട്ടിണി കൊണ്ടാകാം, സമൂഹത്തിൻ്റെ കല്ലെറിയലുകൾ,
പേടിച്ചിട്ടാകാം. സമൂഹം എന്തു പറയും? ചിലപ്പോൾ അവിഹിത ബന്ധത്തിലുണ്ടായൊരു കുട്ടിയായിരിക്കാം. അപ്പോൾ സമൂഹത്തെയാണ് പേടിക്കുന്നത്. അവിടെ മാതൃസ്നേഹമൊക്കെ വറ്റി വരണ്ടു പോവും, ഭയന്ന് വിറച്ചു നിൽക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഇക്കാലങ്ങളിൽ പത്രത്തിൽ വായിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യരെയൊക്കെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരുവൻ്റെ അമ്മ മരിക്കുമ്പോഴാണ് അയാൾ ഏകനാകുന്നത്. അതുവരെ അയാൾക്ക് ആരോഗ്യമൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ അമ്മ മരിക്കുമ്പോൾ ഒരു നഷ്ടബോധം തോന്നും, വല്ലാത്തൊരു ഏകാന്തത തോന്നും. വേറെ സ്ത്രീകളെല്ലാം അമ്മയോളം വരില്ല. ഭാര്യ കാണും, കാമുകി കാണും, സുഹൃത്തുക്കൾ കാണും, കൂടെ ജോലി ചെയ്യുന്ന വനിതകൾ കാണും. ഇവരൊന്നും അമ്മയോളം വരില്ല. അമ്മയുടെ സ്നേഹം തന്നെയാണ്. അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. മാതൃസ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയും കളങ്കരഹിതമായ ആ സ്നേഹത്തിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് ഈ കഥയിലൂടെ കാണിക്കുന്നത്. മൃഗങ്ങളിലായാലും മനുഷ്യരിലായാലും മാതൃസ്നേഹമാണ്. ഈയിടയ്ക്ക് ഒരു ആനയുടെ സ്നേഹം ഞാൻ കാണാനിടയായി. തൻ്റെ കുട്ടി മരിച്ചുപോയി, എന്നിട്ടും വിട്ടുപോകാൻ പറ്റാതെ, അത് വിശ്വസിക്കാൻ പറ്റാതെ കാലുകൊണ്ട് തട്ടി അതിനെ ഉണർത്താനും പൊക്കിയെടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന അമ്മ. ആ മാതൃസ്നേഹത്തിൻ്റെ മുന്നിൽ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. അതെല്ലാ മൃഗങ്ങൾക്കും മനുഷ്യ ജീവികൾക്കും ഒക്കെ ഉള്ളതാണ്. കൂട്ടിൽ തിരികെ വരുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾ ഒരു കാക്കയ്ക്ക് ഇരയായി എന്ന് മനസ്സിലാക്കുന്ന ഒരു പരുന്ത് അത് തിരികെ ചെന്ന് ആ കാക്കയെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് കൊല്ലുന്ന ഒരു വീഡിയോ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അവിടെ ഒരു പ്രതികാര ദുർഗയായി ആ പക്ഷി മാറുകയാണ്. അതാണ് മാതൃസ്നേഹം. മാതൃസ്നേഹത്തെക്കുറിച്ച് ഇനിയും ഏറെ പറയാൻ സാധിക്കും. വീട്ടിലേക്ക് വരുന്നതിൻ്റെ സ്നേഹത്തിൻ്റെ കാത്തിരിപ്പാണ് മാതൃസ്നേഹം എന്ന് പറയുന്നത്. ഒരാൾ തിരികെ വീട്ടിലോട്ട് വരുമ്പോൾ അയാൾക്കറിയാം അവിടെ ഒരു അമ്മ കാത്തിരിപ്പുണ്ടെന്ന്, ഭക്ഷണവും തയ്യാറാക്കി വെച്ച് ഒരമ്മ കാത്തിരിപ്പുണ്ടെന്ന്. അതായിരിക്കാം ചിലപ്പോൾ അയാൾ വീട്ടിലേക്ക് ഓടിക്കതച്ചെത്താൻ ഉള്ള ഒരു കാരണം. അങ്ങനെയുണ്ട് സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മാതാപിതാക്കൾ പോകുമ്പോൾ ഒരു വ്യക്തി ഏകനാകുന്നു എന്ന് പറയുന്നത്. മറ്റുള്ളതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. അത് ചിലപ്പോൾ കളങ്കം കാണും. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ പോലും ഒരു കൊടുക്കൽ വാങ്ങലുകളുണ്ട്, ഒരു കരാറുണ്ട്. ഇത് ചെയ്യുമ്പോൾ അത് ചെയ്യാം, അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യാം. സമ്പത്തും പണവും സ്വാർത്ഥതയും കണക്ക് പറച്ചിലും ഒക്കെ ഉള്ളതാണ് ഭാര്യ-ഭർത്തൃ ബന്ധം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും. അപ്പോൾ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ അമ്മയുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത്. മാതൃസ്നേഹം വരുമ്പോൾ അത് മാറി, അതും സ്ത്രീയാണ്. അതാണ് അതിൻ്റെ അതിശയിപ്പിക്കുന്ന വൈരുദ്ധ്യം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടാം. ഇത്ര നേരം എനിക്ക് വേണ്ടി നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.